റിപ്പോർട്ട്സ് മൊഡ്യൂളിൽ പേയബിൾസ് ഹെഡിന് ശേഷം സെക്കൻഡ് ഹെഡ് വരുന്നതാണ് റിസീവബിൾസ്. ഈ ഒരു റിസീവബിൾസ് ഹെഡിലും പേയബിൾസ് പോലെ തന്നെ 4 സബ് ഹെഡ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഏജിംഗ് ഡീറ്റെയിൽസ് റിപ്പോർട്ടാണ്, സെക്കൻഡ് ഏജിംഗ് സമ്മറി, തേർഡ് വൺ വരുന്നത് കസ്റ്റമർ ബാലൻസസ് ആൻഡ് ലാസ്റ്റ് വൺ ഇൻവോയ്സ് ഡീറ്റെയിൽസ് റിപ്പോർട്ട്. ഇങ്ങനെ 4 റിപ്പോർട്ടായിട്ടാണ് റിസീവബിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഏജിംഗ് ഡീറ്റെയിൽസ് റിപ്പോർട്ട്. ഏജിംഗ് ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഏജിംഗ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏജിംഗ് ഡീറ്റെയിൽസ് റിപ്പോർട്ട് ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഡീൽ ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ഓരോ കസ്റ്റമറുടെയും ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. റിപ്പോർട്ട് ടേബിളിൽ നമുക്ക് കാണാം ഓരോ കസ്റ്റമേഴ്സിൻ്റെയും നെയിം, അതുപോലെ ടൈപ്പ് ഓഫ് ഇൻവോയ്സ്, ഓരോ ഇൻവോയ്സിൻ്റെയും റഫറൻസ് നമ്പർ, ഇൻവോയ്സ് ചെയ്ത ഡേറ്റ്, നെക്സ്റ്റ് വരുന്നത് ഡ്യൂ ഡേറ്റ്. ഓരോ ഇൻവോയ്സിൻ്റെയും ഡ്യൂ ഡേറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഏജ് ഡേയ്സ് ആണ്. ഡ്യൂ ഡേറ്റിന് ശേഷം വരുന്ന ഏജ് ഡേയ്സ് ഓരോ ഇൻവോയ്സിൻ്റെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏജ് ഡേയ്സിന് ശേഷം വരുന്നത് എമൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഓരോ ഇൻവോയ്സിൻ്റെയും ടോട്ടൽ എമൗണ്ട് ആൻഡ് ഓൾറെഡി പേ ചെയ്ത എമൗണ്ട്. നെക്സ്റ്റ് വരുന്നത് ബാലൻസ് എമൗണ്ട് ആണ്. പേയ്മെൻറ്റിന് ശേഷം വരുന്ന ബാലൻസ് പെൻഡിങ് ഉള്ള എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഏജ് ഡേയ്സ് സമ്മറി ആണ്. ഓരോ പെൻഡിങ് ഇൻവോയ്സിൻ്റെയും ഏജിങ് സമ്മറി ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഓരോ എമൗണ്ട് കോളത്തിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് നമുക്ക് താഴെ അവൈലബിൾ ആണ്. ഈ ഒരു ഏജിംഗ് ഡീറ്റെയിൽസ് റിപ്പോർട്ടിൽ നിന്നും ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ വരാനുള്ള റിസീവബിൾസ് എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കസ്റ്റമൈസ് റിപ്പോർട്ടാണ്. ഈ ഒരു കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിപ്പോർട്ടെല്ലാം കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. കസ്റ്റമൈസ് റിപ്പോർട്ടിൽ ഡേറ്റ് ബിറ്റ്വീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഡ്യൂ ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷനിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഡേറ്റിനിടയിലുള്ള ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ടും നെക്സ്റ്റ് കസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ടും നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ഡാറ്റ മാത്രം ആക്സസ് ചെയ്യണമെങ്കിൽ സെലക്ട് ഓപ്ഷനിൽ നിന്നും കസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. ഈ ഒരു പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏജിംഗ് ഡീറ്റെയിൽസ് ബൈ ഡ്യൂ ഡേറ്റ് എന്ന റിപ്പോർട്ട് വ്യൂ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ റിസീവബിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ആൻഡ് ഡ്യൂ ഡേറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് നോക്കാം. ലെഫ്റ്റ് സൈഡിൽ മുകളിൽ നമുക്ക് സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിനെല്ലാം മെനൂസ് അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു റിപ്പോർട്ട് വ്യൂ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ താഴെയുള്ള പ്രിൻ്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഈ ഒരു ഏജിംഗ് ഡീറ്റെയിൽസിൻ്റെ റിപ്പോർട്ട് നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്നും എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. ഇത്രയും ഡീറ്റെയിൽസ് ആണ് റിസീവബിൾസിൻ്റെ അണ്ടറിൽ വരുന്ന ഏജിംഗ് ഡീറ്റെയിൽസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏജിംഗ് ഡീറ്റെയിൽസിന് ശേഷം റിസീവബിൾസിൻ്റെ അണ്ടറിൽ സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ഏജിംഗ് സമ്മറിയാണ്. ഏജിംഗ് സമ്മറി റിപ്പോർട്ട് ആക്സസ് ചെയ്യാൻ സമ്മറി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏജിംഗ് സമ്മറി റിപ്പോർട്ട് ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഡീൽ ചെയ്യുന്ന എല്ലാ കസ്റ്റമറുടെ ഡീറ്റെയിൽസും അതുപോലെ ഓരോ കസ്റ്റമറുടെയും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എമൗണ്ടിൻ്റെ ഏജിംഗ് സമ്മറി ഡീറ്റെയിൽസുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ റിപ്പോർട്ട് ടേബിളിൽ നമുക്ക് കസ്റ്റമർ നെയിം കാണാം. നെക്സ്റ്റ് വരുന്ന കോളം കറണ്ട് എന്ന കോളമാണ്. കറണ്ട് കോളം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഡ്യൂ ഡേറ്റ് ആയിരിക്കുന്ന കസ്റ്റമറിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽസ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഡ്യൂ ഡേറ്റിന് ശേഷം വരുന്ന ഏജിംഗ് ഡേയ്സിൻ്റെ സമ്മറി കാറ്റഗറൈസേഷൻ ആണ്. നമുക്കിവിടെ കാണാം 1 to 15 days, 16 to 30 days, 31 to 45 ആൻഡ് എബവ് 45 days ഇങ്ങനെ 4ആയി കാറ്റഗറി ചെയ്തിരിക്കുന്നു. ഓരോ കോളമിലും കസ്റ്റമേഴ്സിൻ്റെ പെൻഡിങ് ആയിട്ടുള്ള എമൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ റൈറ്റ് സൈഡിലുള്ള ടോട്ടൽ കോളത്തിൽ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ടോട്ടൽ ഇൻവോയ്സിൻ്റെ പെൻഡിങ് എമൗണ്ട് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓരോ കോളത്തിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് നമുക്ക് താഴെ കാണാൻ സാധിക്കും. ഈ ഒരു ഏജിംഗ് സമ്മറി റിപ്പോർട്ടിൽ നിന്നും കസ്റ്റമേഴ്സിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടും അതുപോലെ ഓർഗനൈസേഷനിൽ വരാനുള്ള
റിസീവബിൾസ് എമൗണ്ടും മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ഓരോ കസ്റ്റമേഴ്സിൻ്റെ ഏജിങ് സമ്മറി ഡീറ്റെയിൽസും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മെനൂസ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കസ്റ്റമൈസ് റിപ്പോർട്ട് മെനു ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് മെനു യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. കസ്റ്റമൈസ് റിപ്പോർട്ടിൽ കസ്റ്റമർ എന്ന ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഒരു പർട്ടിക്കുലർ കസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ റിപ്പോർട്ട് മാത്രം അല്ലെങ്കിൽ ഏജിങ് സമ്മറി റിപ്പോർട്ട് മാത്രം ആക്സസ് ചെയ്യുവാൻ ഈ ഒരു ഓപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു സെലക്ട് ഓപ്ഷനിൽ നിന്നും കസ്റ്റമർ സെലക്ട് ചെയ്തതിന് ശേഷം റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മാത്രമായി ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ ഒരു പ്രിന്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ ഒരു പ്രിന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏജിങ് സമ്മറി റിപ്പോർട്ട് വ്യൂ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ റിസീവബിൾസിൻ്റെ ഏജിങ് സമ്മറി ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയി നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. റിപ്പോർട്ട് വ്യൂവിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സൂം ഇൻ ചെയ്യാനും അതുപോലെ പേജ് ഫോർമാറ്റിനായിട്ടുള്ള മെനൂസ് എല്ലാം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. ഈ ഒരു റിപ്പോർട്ട് വ്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഏജിങ് സമ്മറി ഡാറ്റ എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. റൈറ്റ് സൈഡിലുള്ള എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നിന്നും എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഏജിങ് സമ്മറി റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റിസീവബിൾസ് ഹെഡിൽ ഏജിങ് സമ്മറിക്ക് ശേഷം നെക്സ്റ്റ് വരുന്നത് കസ്റ്റമർ ബാലൻസസ് ആണ്. കസ്റ്റമർ ബാലൻസസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമർ ബാലൻസസ് റിപ്പോർട്ട് ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഡീൽ ചെയ്യുന്ന എല്ലാ കസ്റ്റമറുടെ ഡീറ്റെയിൽസും അതുപോലെ ഓരോ കസ്റ്റമറിൻ്റെയും ഇൻവോയ്സ് വൈസ് ബാലൻസ് എമൗണ്ട് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. റിപ്പോർട്ട് ടേബിളിൽ ഏതൊക്കെ ഡാറ്റയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കസ്റ്റമർ നെയിം ആണ്. നമ്മളുടെ ഓർഗനൈസേഷനിൽ ഡീൽ ചെയ്യുന്ന എല്ലാ കസ്റ്റമറുടെ നെയിമും നമുക്ക് ഈ ഒരു ടേബിളിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ടോട്ടൽ ഡ്യൂ എമൗണ്ട് ആണ്. ഓരോ കസ്റ്റമറുടെയും ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ടോട്ടൽ ഡ്യൂ എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് കോളം വരുന്നത് അവൈലബിൾ ക്രെഡിറ്റ്സ് എന്ന കോളമാണ്. അവൈലബിൾ ക്രെഡിറ്റ് കോളത്തിൽ ഏതെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ക്രെഡിറ്റ് നോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് എമൗണ്ട് ഡീറ്റെയിൽസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് പെയ്ഡ് എമൗണ്ട് ആണ്. ഓരോ കസ്റ്റമറും ഇതുവരെ പേ ചെയ്തിരിക്കുന്ന എമൗണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ലാസ്റ്റ് വൺ വരുന്നത് ബാലൻസ് കോളമാണ്. ഓരോ കസ്റ്റമറും ഔട്ട്സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ പേ ചെയ്യാനുള്ള എമൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ബാലൻസ് കോളമിൽ അവൈലബിൾ ആണ്. ഈ എല്ലാ കോളത്തിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് നമുക്ക് താഴെ കാണാൻ സാധിക്കും. കസ്റ്റമർ ബാലൻസസ് റിപ്പോർട്ടിലൂടെ നമ്മൾക്ക് റിസീവബിൾസ് ആയിട്ടുള്ള എമൗണ്ട് ഡീറ്റെയിൽസും അതുപോലെ ഓരോ കസ്റ്റമറുടെയും ബാലൻസ് എമൗണ്ട് പേ ചെയ്യാനുള്ളതിൻ്റെ സ്റ്റാറ്റസ് എല്ലാം അറിയാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷനാണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു കസ്റ്റമർ ബാലൻസസ് റിപ്പോർട്ട് എല്ലാം ഫിൽട്ടർ ചെയ്യാൻ അഥവാ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റമൈസ് റിപ്പോർട്ടിൻ്റെ ടാബ് ഓപ്പൺ ആവുന്നു. ഈ ഒരു ടാബിൽ ഡ്യൂ ഡേറ്റ് ബിറ്റ്വീൻ എന്നൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മൾ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള കസ്റ്റമർ ബാലൻസസ് ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഒരു പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. കസ്റ്റമർ ഓപ്ഷനിൽ നിന്നും നമുക്ക് വേണ്ട കസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെലക്ട് ചെയ്യുന്ന കസ്റ്റമറുടെ ബാലൻസ് എമൗണ്ട് ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിന്റ് ഓപ്ഷനാണ്. പ്രിന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ബാലൻസസ് റിപ്പോർട്ട് വ്യൂ ആണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് കസ്റ്റമർ ബാലൻസസിൻ്റെ കംപ്ലീറ്റ് ഡാറ്റയായി വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു റിപ്പോർട്ട് വ്യൂ സൂം ഇൻ ചെയ്യാനും പേജ് സെറ്റപ്പിന് വേണ്ടിയും ഇവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റൈറ്റ് സൈഡിലുള്ള പ്രിന്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കസ്റ്റമർ ബാലൻസസ് റിപ്പോർട്ട് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു കസ്റ്റമർ ബാലൻസസ് റിപ്പോർട്ട് നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് എക്സിറ്റ് ഓപ്ഷൻ ആണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കസ്റ്റമർ ബാലൻസസ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. റിസീവബിൾസ് ഹെഡിൽ കസ്റ്റമർ ബാലൻസസിന് ശേഷം നെക്സ്റ്റ് വരുന്നത് ഇൻവോയ്സ് ഡീറ്റെയിൽസ് റിപ്പോർട്ടാണ്. ഇൻവോയ്സ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവോയ്സ് ഡീറ്റെയിൽസിൻ്റെ റിപ്പോർട്ട് ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓർഗനൈസേഷനിൽ ഇതുവരെ ഡീൽ ചെയ്തിട്ടുള്ള എല്ലാ കസ്റ്റമറുടെയും ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ആണ്.
നമുക്ക് ഈ ഒരു റിപ്പോർട്ട് ടേബിളിൽ കാണാൻ സാധിക്കും. ഓരോ കസ്റ്റമറിൻ്റെയും നെയിം ആൻഡ് കസ്റ്റമർ വൈസ് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. സെക്കൻഡ് കോളം വരുന്നത് റെഫറൻസ് നമ്പർ ആണ്. ഒരു കസ്റ്റമറിൻ്റെ അണ്ടറിൽ എത്ര ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും ഇൻവോയ്സിൻ്റെ സെപ്പറേറ്റ് ഡീറ്റെയിൽസായി നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഇൻവോയ്സ് ഡേറ്റ് ആണ്. ഓരോ ഇൻവോയ്സും ഏത് ഡേറ്റിലാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് എല്ലാം നമുക്ക് ഈ ഒരു കോളത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഡ്യൂ ഡേറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ ഇൻവോയ്സിൻ്റെയും ഡ്യൂ ഡേറ്റ് ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻവോയ്സ് ടോട്ടൽ എമൗണ്ട് ആണ്. അതുപോലെ പെയ്ഡ് എമൗണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. ലാസ്റ്റ് കോളം വരുന്നത് ബാലൻസ് എമൗണ്ട് ആണ്. ഒരു ഇൻവോയ്സിൻ്റെ ബാലൻസ് എമൗണ്ട്, അതായത് ഇൻവോയ്സ് ടോട്ടലിൽ നിന്നും പേ ചെയ്തതിന് ശേഷം ബാലൻസ് പെൻഡിങ് എമൗണ്ട് എത്രയുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു കോളത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ കോളത്തിൻ്റെയും സബ് ടോട്ടൽ എമൗണ്ട് താഴെ അവൈലബിൾ ആണ്. ഈ ഒരു ഇൻവോയ്സ് ഡീറ്റെയിൽസിൽ നിന്നും കസ്റ്റമർ ഇൻവോയ്സ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ എമൗണ്ട് ബാലൻസ് പേ ചെയ്യാനുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു റിപ്പോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെനൂസ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ ആണ്. കസ്റ്റമൈസ് റിപ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഇൻവോയ്സ് ഡീറ്റെയിൽസിൻ്റെ ഡാറ്റ കസ്റ്റമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡ്യൂ ഡേറ്റ് ബിറ്റ്വീൻ എന്ന ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഡ്യൂ ഡേറ്റ് ബിറ്റ്വീൻ ഓപ്ഷനിൽ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിനിടയിലുള്ള ഇൻവോയ്സ് ഡീറ്റെയിൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ഇൻവോയ്സിൻ്റെ റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് റൺ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റെഫറൻസ് നമ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഇൻവോയ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് കസ്റ്റമർ സെലക്ട് ചെയ്യാനാണ്. കസ്റ്റമർ സെലക്ട് ഓപ്ഷനിൽ നിന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമർ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് മാത്രമായി ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് പ്രിൻ്റ് ഓപ്ഷനാണ്. പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്പോർട്ട് വ്യൂ കാണാനും അതുപോലെ തന്നെ പ്രിൻ്റ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനെല്ലാം സാധിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പ്രിൻ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻവോയ്സ് ഡീറ്റെയിൽസ് റിപ്പോർട്ട് വ്യൂ ഓപ്പൺ ആവുന്നു. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ ഇൻവോയ്സ് ഡീറ്റെയിൽസിൻ്റെ എല്ലാ ഡാറ്റയും നമുക്ക് ഒരുപോലെ വ്യൂ ചെയ്യാൻ സാധിക്കും. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിൽ നമുക്ക് സൂം ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ പേജ് ഫോർമാറ്റിനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഈ ഒരു ഇൻവോയ്സ് ഡീറ്റെയിൽസ് റിപ്പോർട്ട് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലുള്ള പ്രിൻ്റ് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇൻവോയ്സ് ഡീറ്റെയിൽസ് റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യാൻ എക്സ്പോർട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് എക്സിറ്റ് ഓപ്ഷനാണ്. എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീവിയസ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു റിസീവബിൾസിൻ്റെ അണ്ടറിൽ വരുന്ന റിപ്പോർട്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.